ഇതിനകത്ത് കാര്യം ഷീറ്റൊന്നും ഇല്ല. അല്ല ഇവിടെ ഷീറ്റൊന്നും കാണുന്നില്ല. ഹലോ ഇല്ലില്ല ചിമ്മിനിയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് കുറഞ്ഞ ഷീറ്റ് അങ്ങനെ ഷീറ്റ് കത്തിക്കണല്ല. ഷീറ്റ് കുറേ കത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചേ? സാർ ഒരു നമ്മുടെ കോപ്പറല്ലേ ഷീറ്റ് എടുത്താറുണ്ട്. അപ്പോൾ ഷീറ്റ് നമ്മൾ ചൂടാക്കുക, കുറച്ച് തീ പറിച്ചിട്ട് പിന്നെ താഴെ വീണുണ്ടാവും ഷീറ്റ്. അതിൽ പിന്നെ തീ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഇതായി. ഒരു 60-70 ഷീറ്റ് ഉണ്ടായിരുന്നു. ആരുടെ ഷീറ്റ് അത്? അത് നമ്മുടെ സ്വന്തം ഷീറ്റ്. ഒരു പപ്പാത് നമ്മുടെ ടാപ്പിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പപ്പാതെ ഷീറ്റ് നമ്മൾ ഈ സ്വന്തം ഷീറ്റ് ഉണ്ടായിരുന്നു. 65 ഷീറ്റ് ഇപ്പോൾ നഷ്ടം വന്നു. 60-70 ഷീറ്റ് നഷ്ടം. ശരി, ഓക്കെ. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താ മെമ്പറെ പറയാനുള്ളത്? എടപ്പുഴ വാർഡിൽ കുന്നംപുറത്ത് വീട്ടിലാണ് ഹിന്ദിക്കാരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 11 മണിയോടുകൂടി ഇവരുടെ വീടിൻ്റെ ചിമ്മിനിയിൽ കിടന്ന ഒരു 80 ഷീറ്റോളം കത്തി നശിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ പല പല തോട്ടങ്ങൾ വെട്ടി റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന ഒരു തൊഴിലാളിയുടെ വീടാണിത്. പണിയെടുക്കുന്ന ആളുടെ വീടാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയും ഷീറ്റ് 80ഓളം ഷീറ്റ് കത്തി നശിച്ചു എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ പുറത്ത് വന്നിരുന്നത്. ഫയർഫോഴ്സ് വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ജനങ്ങളും എല്ലാവരും പെട്ടെന്ന് തന്നെ ഒത്തുകൂടിയതിൻ്റെ ഭാഗമായിട്ട് വീട് പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ടൊന്നുമില്ല. ചിമ്മിനി പറഞ്ഞോ. കുന്നമറ മാത്യുവിൻ്റെ പെരയാണ്. അതിൻ്റെ ചിമ്മിനിക്കകത്ത് ഷീറ്റിട്ടാണ് തീ പിടിച്ചത്. ഒരു 100ഓളം ഷീറ്റുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സ് അടക്കം വന്നു, നാട്ടുകാരടക്കം അത് തീ കെടുത്തി. അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടുമെന്നുള്ളത് പിന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക.